നമസ്കാരം, നെക്സ്റ്റ് വെൽക്കത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള ഫോക്കസ് പോയിന്റിന്റെ വീഡിയോകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിൽ നമ്മൾ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ചാപ്റ്റർ ഫോക്കസ് പോയിന്റിലെ 4 ചാപ്റ്ററിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ പൈത്തൺ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. ഞാൻ പറയുന്നു, ഈ ഒരു ചാപ്റ്റർ വളരെ എളുപ്പമാണ്. നമ്മൾ കാണുമ്പോൾ അയ്യോ എന്തോ എന്ന് തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇതിൽ ഏത് പ്രവർത്തനം വന്നാലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ്സിലെ IT-യിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പൈത്തൺ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ഫോക്കസ് പോയിന്റിന്റെ വീഡിയോയിലേക്ക് 2021 SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന ഫോക്കസ് പോയിന്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പൈത്തൺ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ. ജസ്റ്റ് ഒന്ന് ചോദ്യം ഒന്ന് വായിച്ചു നോക്കി ഒരു തവണ നിങ്ങൾ ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്നോ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും ഈ ഒരു പ്രവർത്തനത്തിൽ. കാരണം അത്രയും എളുപ്പമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം ഒന്ന് വായിച്ചേ. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും ഔട്ട്പുട്ട് 1 എന്ന് നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് 2 ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പാറ്റേൺ 1 ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അതെ, അപ്പോൾ നമ്മുടെ പ്രവർത്തനം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നമ്മളിത് നമ്മുടെ ഈ ഒരു ഇത്രയും പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യുക, എന്നിട്ടൊന്ന് റൺ ചെയ്തിട്ട് നോക്കുക ഇത് കിട്ടുന്നുണ്ടോ എന്ന്. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനെ ഇതാക്കിയിട്ട് മാറ്റുക. സിമ്പിൾ. ഓക്കെ, പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ എന്തായിരുന്നു ടോം ഓപ്പൺ ചെയ്യേണ്ടത്? ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിൽ ഐഡിയൽ ഓപ്പൺ ചെയ്യാം. അതെ, ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ട് ഇവിടെ IDLE എന്ന് കാണാലോ. ഈ ഒരു IDLE എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നു. IDLE ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ആണ് ലഭിക്കുന്നത്. ഇനി എന്തായിരുന്നു ടോം ചെയ്യേണ്ടത്? ഫയലിന് ന്യൂ കൊടുക്കുക. അതെ, നമുക്കൊരു പുതിയൊരു വിൻഡോ കിട്ടാനായിട്ട് ഫയൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഫയൽ ന്യൂ കൊടുക്കുന്നു. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു വിൻഡോ കണ്ടില്ലേ? ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ചെയ്യേണ്ടൂ. ഈ ഒരു പ്രവർത്തനം നോക്കുക. പ്രവർത്തനത്തിൽ പറഞ്ഞില്ല ഈ ഒരു പ്രോഗ്രാം അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ഞാനൊന്നും നിൽക്കരുത്, ഒരു മാറ്റവും വരുത്തരുത്. ഇതേപോലെ നോക്കിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, നമ്മൾ ഈ പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ സംഭവം തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്കും ഇതേപോലെ നോക്കിയിട്ട് അതേപോലെ ടൈപ്പ് ചെയ്യും. ഇവിടെയുള്ള ഒരു കുത്തും കൊമയും കാര്യങ്ങളും ഒന്നും മാറിപ്പോയത്, എന്തെങ്കിലും മാറിയാൽ എല്ലാം തെറ്റും. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് I എന്ന് കണ്ടില്ലേ, ഈ Iയുടെ താഴെ ആയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ വരേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അത് മാറിപ്പോവരുത്. റെഡി? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഫയൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു. ഫയലിൽ സേവ് എന്ന് പറയുന്നത് കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഫോൾഡറിനകത്ത് നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നമ്മുടെ പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ _പാറ്റേൺ 1 എന്നാണ് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 1 2 3 4 5 അതാണ് എൻ്റെ രജിസ്റ്റർ നമ്പറെങ്കിൽ അങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് പാറ്റേൺ 1 എന്ന് കൊടുത്തിട്ട് സേവ് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇത്രയേ ചെയ്യേണ്ടൂ. ഇനി നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെയാണോ ഇത് കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണം. റൺ ചെയ്യാനായിട്ട് ഇവിടെ റൺ എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റൺ മൊഡ്യൂൾ എന്ന് കാണാം. ആ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ റൺ ചെയ്തപ്പോൾ നമ്മുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമുക്കിത് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ കൊടുത്ത പ്രോഗ്രാമിംഗ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ വരൂ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റിസൾട്ടിനെ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റൂ എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് 2 നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ കറുപ്പും മഞ്ഞയും മാത്രമേ മാറ്റുള്ളൂ അല്ലേ? കറുപ്പ് മഞ്ഞ അത്ര മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതിനായിട്ട് നമ്മുടെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച നമ്മുടെ പ്രോഗ്രാം ഇവിടെ ഉണ്ട്. ഇവിടെ മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഇവിടെ പർപ്പിൾ പിങ്ക് ഇങ്ങനെ എഴുതിയത് കാണാലോ. നമ്മൾ നിറം മാത്രമേ മാറ്റണ്ടൂ. അപ്പോൾ പർപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ബോർഡറിന് കൊടുത്തിരിക്കുന്നത് പർപ്പിൾ ആണ്. ഈ പർപ്പിൾ കൊടുത്ത സ്ഥലത്ത് ഇവിടെ എന്താ ഉള്ളത്? കറുപ്പല്ലേ? ഈ ഒരു ബോർഡർ പോലുള്ള സംഭവത്തൊക്കെ ഇവിടെ കറുപ്പാണുള്ളത്. അതുകൊണ്ട് പർപ്പിൾ എന്ന് പറയുന്നത് ബ്ലാക്ക് എന്നാക്കി കൊടുക്കുക. BLACK, ബ്ലാക്കിന്റെ സ്പെല്ലിംഗ് അറിയാലോ എങ്കിൽ അത് കറക്റ്റായി. ഓക്കെ, BLACK എന്ന് കൊടുത്തു. വേറെ ഒന്നും മാറ്റരുത്. പർപ്പിൾ മാറ്റി ബ്ലാക്ക് കൊടുത്തു. ഇനി ഇവിടെ പിങ്ക് നിറം, ഇവിടെ ഫില്ലായിരിക്കുന്ന പിങ്ക് നിറത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് യെല്ലോ ആണ്. യെലോന്റെ സ്പെല്ലിംഗ് അറിയാലോ ടോം? യെലോന്റെ സ്പെല്ലിംഗ് എന്നാ? അതെ, യെലോന്റെ സ്പെല്ലിംഗ്, ബ്ലാക്കിന്റെ യെലോന്റെ സ്പെല്ലിംഗ് അറിയെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇത്രയേ ചെയ്യേണ്ടൂ. ഒന്നുകൂടി ഫയലിൽ പോയിട്ട് സേവ് കൊടുക്കുന്നു.
അത്ര സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും വരില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരിക്കൽ സേവ് ചെയ്തതുകൊണ്ട് അത്ര മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഇത് തന്നെയല്ലേ കിട്ടുന്നത് എന്ന് നോക്കണ്ടേ? അതിനായിട്ട് വീണ്ടും റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ പ്രവർത്തനം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എത്ര സിമ്പിളായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് നോക്കുക. നമ്മുടെ ഔട്ട്പുട്ട് 2-ൽ കാണുന്നത് പോലെ നമ്മളിത് ചെയ്തു. ഇനി ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിന് ഫുൾ മാർക്ക് നേടി എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പൈത്തൺ ഗ്രാഫിക്സിൽ ഒന്നാമത്തെ പ്രവർത്തനം. ഇനി രണ്ടാമത്തെ പ്രവർത്തനമുണ്ട്. വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോക്കസ് പോയിന്റുമായി ബന്ധപ്പെട്ടുള്ള പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനകത്ത് നൽകിയിട്ടുണ്ട്. റിസോഴ്സ് ഫോൾഡറും മലയാളം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കായിട്ടുള്ള PDF-ഉം ഡിസ്ക്രിപ്ഷനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഫോക്കസ് പോയിന്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ഇറ്റ്സ് മീ ദർശിത് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.